ബുക്ക് ഇൻസൈറ്റ് പോസിബിലിറ്റീസിൻ്റെ അഡ്വേഴ്സിറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പോസിബിലിറ്റീസിൻ്റെ അഡ്വേഴ്സിറ്റീസ് എന്ന എൻ്റെ ബുക്കിൻ്റെ ചാപ്റ്റർ 5 വരെയുള്ള കോണ്ടൻസിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ കടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്, ചാപ്റ്റർ 6. ഈ ചാപ്റ്റർ 6-ൽ പറയുന്നത് ദി 9 C's ഓഫ് സക്സസ്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട 9 സി എന്ന് പറയുമ്പം ക്യൂരിയോസിറ്റി, കോപ്പറേഷൻ, കൺട്രോൾ, അതായത് സെൽഫ് കൺട്രോൾ, കൺസൾട്ടേഷൻ കേപ്പബിലിറ്റി, കൺസിസ്റ്റൻസി, കോൺഫിഡൻസ് അഥവാ സെൽഫ് കോൺഫിഡൻസ്, കറേജ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോമ്പിറ്റൻസ്. ഇത്തരം 9 ഗുണങ്ങളെക്കുറിച്ച് ആണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അതായത് പോസിബിലിറ്റീസിൻ്റെ അഡ്വേഴ്സിറ്റീസ് അവാർഡിന് വേണ്ടി പരിഗണിച്ചപ്പോഴേ ആദ്യം ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന രീതിയിലായിരുന്നു അവർ പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവർ തന്നെ പറയുണ്ടായി, ഇതൊരു ട്രൂ ലീഡർഷിപ്പ് ബുക്കാണ്. ഏതൊരാൾക്കും, ഒരു വീട്ടമ്മയായാലും ഒരു മാനേജറായാലും ഒരു സ്റ്റുഡൻ്റ് ആയാലും ആർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നൊരു ബുക്കാണെന്നൊരു കമൻ്റ് അവർ പറഞ്ഞു. അത് വളരെ ശരിയാണ്. കാരണം ഈ ചാപ്റ്റർ 6-ൽ ദ 9 C's ഓഫ് സക്സസ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഒന്നാമത്തേത് ക്യൂരിയോസിറ്റി. ഈ ക്യൂരിയോസിറ്റിയാണ് നമ്മളെ ഭൂഖണ്ഡങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ താഴ്വാരങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് ഈ ക്യൂരിയോസിറ്റിയാണ്. നമ്മുടെ ചുറ്റിലുള്ള ഒട്ടനവധി ആളുകളുണ്ട്, അവർക്കൊരു ക്യൂരിയോസിറ്റി ഒന്നുമില്ല, അവർക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമില്ല, എല്ലാത്തിലും ഒരു നിസ്സംഗത. ആ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നിസ്സംഗത എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചെറുപ്പകാലത്ത്, അതായത് നമ്മൾ 3 വയസ്സ് വരെ നമ്മൾ ആരോടൊപ്പം ചിലവഴിക്കുന്നു, നമ്മളുടെ ഏത് സാഹചര്യത്തിൽ ചിലവഴിക്കുന്നു, അത് നമ്മൾ നിസ്സംഗതയും ക്യൂരിയോസിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അതായത് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ടോയ്സൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഇല്ലാത്ത കുട്ടികൾ, അതേസമയം അവരുടെ മുമ്പിൽ സമ്പന്നരായ കുട്ടികൾ ടോയ്സൊക്കെ ഉപയോഗിക്കുകയും എന്നാൽ ആ ടോയ്സ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ലാതെ വരുമ്പോൾ മനസ്സിൽ തപ്തമാകുന്ന നിശ്വാസങ്ങൾ, അതായത് സപ്രസ് ചെയ്യപ്പെടുന്ന ഫീലിങ്ങുകൾ, അത് നിസ്സംഗതയിലേക്ക് കുട്ടികളെ നയിക്കും. കാരണം റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിസ്സംഗതയിലേക്ക് നയിക്കും. ആ നിസ്സംഗത അവരുടെ ഫ്യൂച്ചറിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റിയെ തല്ലിക്കെടുത്തും. അപ്പം അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് 1 മുതൽ 3 വയസ്സ്, അതായത് 3 വയസ്സ് വരെ അവർ ജീവിക്കുന്ന ചുറ്റുപാട് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ പേരൻ്റ് ആണെങ്കിൽ, അതായത് പുതിയൊരു പേരൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലോ, നിങ്ങൾ ചെറുമക്കളുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലോ ഒക്കെ തന്നെ അഡ്വൈസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ബാല്യം വളരെ പ്രസന്നമായിരിക്കാൻ പ്രത്യേകം സജസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ക്യൂരിയോസിറ്റിയാണ് ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചത്. മനുഷ്യരിലുണ്ടായ ക്യൂരിയോസിറ്റി, പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി, അത് ഭൂഖണ്ഡങ്ങൾ താണ്ടി എന്താണ് അടുത്ത ഭൂഖണ്ഡത്തിലുള്ളതെന്ന് കണ്ടെത്താനുള്ള ക്യൂരിയോസിറ്റി, ശാസ്ത്രത്തിലേക്കുള്ള ക്യൂരിയോസിറ്റി, അങ്ങനെ എല്ലാ ഫീൽഡിലും ഉണ്ടാകുന്ന ആ ക്യൂരിയോസിറ്റിയാണ് സക്സസ്സിലേക്ക് നയിക്കുന്നത്. അപ്പം ഈ ക്യൂരിയോസിറ്റി കുറഞ്ഞ ആളുകളാണ് ജീവിതത്തിൽ വിജയം വരിക്കാതെ പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഗതി. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതിൽ പേരൻസിന് വലിയ പങ്കുണ്ട്, സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട്. സപ്രസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, പൊതുവേ ഈ ക്യൂരിയോസിറ്റി കുറയുന്നത് ഈ യുദ്ധമൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രാജ്യത്തുണ്ടാകുന്ന കുട്ടികൾക്ക്, ചെറിയ കുട്ടികളെ സംബന്ധിച്ച് നിസ്സംഗത വളരെ ചെറുപ്പകാലം മുതൽ തന്നെ നിസ്സംഗത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യുക, ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളർന്നു വന്ന ആളുകൾക്ക്, സപ്പോസ് നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ആ ക്യൂരിയോസിറ്റി കിട്ടാൻ തക്കവണ്ണമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞിട്ട് ആ ക്യൂരിയോസിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, സ്വപ്നങ്ങൾ ഉണ്ടാക്കുക, വീണ്ടും നിങ്ങൾ പുതിയ ബുക്കുകൾ വായിക്കുക, കോഴ്സുകൾ ചെയ്യുക, അത്തരം ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുക, ഈ പോഡ്കാസ്റ്റ് പോലുള്ള സംഗതികൾ കേൾക്കുക. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം നിങ്ങൾ ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഈ നിസ്സംഗത അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഇല്ലായ്മ പല ഈ മാരേജ് റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിനെയൊക്കെ നശിപ്പിക്കുന്നതിൽ ഈ നിസ്സംഗത വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഈ പ്രത്യേകിച്ചും പെൺകുട്ടികളിലാണ്, മില്ലീനിയം കാറ്റഗറിയിലുള്ള പെൺകുട്ടികളിൽ, സ്ത്രീകളിൽ ഈ നിസ്സംഗത ഉണ്ടാകാനുള്ള കാരണം അന്നത്തെ കാലത്ത് ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ വേർതിരിവുണ്ട്. അന്ന് പെൺകുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ വലിയ എൻകറേജ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഈ മില്ലീനിയം കമ്മ്യൂണിറ്റിയിലുള്ള ലേഡീസ് പലപ്പോഴും നിസ്സംഗരാകുന്നതും, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാനുള്ള ശക്തി കുറഞ്ഞു വരുന്നതും, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാനുള്ള ശക്തി ഇല്ലാത്തതോ, അല്ലെങ്കിൽ
സംരംഭകരൊന്നും ആയി മാറാത്തതിൻ്റെ ഒരു കാരണം ഈ ക്യൂരിയോസിറ്റി ഇല്ലായ്മയാണ്. അപ്പം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ ആ ക്യൂരിയോസിറ്റി വളർത്താൻ ശ്രമിക്കുന്നത് വഴി ഫ്യൂച്ചറിൽ അവർ ഓൺടർപ്രനേഴ്സും ഗ്രേറ്റ് ലീഡേഴ്സും ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ മുതിർന്നവർക്ക് തന്നെ ഈ ക്യൂരിയോസിറ്റി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ മാനങ്ങൾ ട്രാവൽ ചെയ്യുക വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും മലയാളികൾ ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്തു തുടങ്ങി. എന്നാൽ മില്ലേനിയം കാറ്റഗറിയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ആളുകൾ സ്വത്തുക്കളൊക്കെ സമ്പാദിക്കുന്നതല്ലാതെ ഒരു 5 പൈസ പോലും ട്രാവൽ ചെയ്യാനോ ദേശം കാണാനോ ഒന്നും സ്പെൻഡ് ചെയ്തിരുന്നില്ല. അപ്പം ഈ ട്രാവൽ ചെയ്യുന്നത് നമ്മളിൽ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. കാരണം വിവിധ രാജ്യത്തുള്ളവരെ കാണുക, അല്ലെങ്കിൽ വിവിധ സംസ്കാരങ്ങളിലുള്ളവരെ കാണുക, അവരിലെ പ്രത്യേകതകൾ മനസ്സിലാക്കുക, അത്തരം സാഹചര്യങ്ങൾ നമ്മളിൽ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന ക്യൂരിയോസിറ്റി എല്ലാം നമുക്ക് മുതൽക്കൂട്ടായിട്ട് തന്നെ വരും. ഇത് ജീവിതത്തിലെ പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നതിനും ജീവിതത്തിലെ പുതിയ അവസരങ്ങളെ തിരയുന്നതിനും നമ്മളെ സഹായിക്കും. പലരും നിസ്സംഗരായി പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ആ രീതിയിലാണ്. അപ്പം ട്രാവൽ ചെയ്യുക അത് ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലൊരു അവസരമാണ്. അത് വായിക്കുക, അതുപോലെ തന്നെ കൂടുതൽ കേൾക്കുക, അതുപോലെ തന്നെ നമ്മൾ സക്സസ്ഫുള്ളായ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതായത് ഈ ക്യൂരിയോസിറ്റി ഈസ് ദി സൈൻ ഓഫ് പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നിങ്ങളിൽ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ത്വര വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് സക്സസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ട്രെയിനിങ്ങിലൊക്കെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നവരെ പലരുടെയും മുഖത്തൊരു ക്വസ്റ്റ്യൻ കാണാം. അത്തരം ആളുകളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും അവരുടെ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്യുന്നതോടുകൂടി അവർ ലൈഫിൻ്റെ പുതിയ മാനങ്ങൾ തിരയുന്നവരായിരിക്കും. അത്തരം ആളുകൾക്കൊരു നമ്മളെ ഒരു കൈത്താങ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ക്യൂരിയോസിറ്റി നിങ്ങളിലുണ്ടായോ, ഒരു കാര്യം അറിയാനുള്ള താല്പര്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ സക്സസ്സിൻ്റെ ആദ്യ പടി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ കോഴ്സുകൾ, അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക, നമ്മളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ചേഞ്ച് ഉണ്ടാക്കുക, അറ്റയറിൽ കംപ്ലീറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ കംഫർട്ട് സോണിൽ തുടരുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യം ചേഞ്ചാണ്. അപ്പം ഈ കംഫർട്ട് സോണിലേക്ക് നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ പുറത്തേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും, അതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. ഈ ബുക്ക് പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ക്യൂരിയോസിറ്റി എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്തൊക്കെ ഫലം കിട്ടും, അത് നമ്മുടെ ഓവറോൾ ലൈഫിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്റർ 6 9 C's ഓഫ് സക്സസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏരിയ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഒരേ സാഹചര്യത്തിൽ തന്നെ തുടരുന്നു, ലൈഫിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്തരം ആളുകളെ കാണുക, കൂടുതൽ വായിക്കുക, കൂടുതൽ എക്സ്പീരിയൻസ് നേടുക. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ നമ്മളൊരു ലക്ഷറി കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് ക്യൂരിയസ് ആവണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അതുപോലെ ഒരു എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോഷ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതിൻ്റെ സുഖം നമുക്ക് അതിനെക്കുറിച്ച് സ്വപ്നം ഉണ്ടാവണം എങ്കിൽ അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പം ലൈഫിൽ എക്സ്പീരിയൻസ് സൃഷ്ടിക്കുക. അതുപോലെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്, ചെറുതാണെങ്കിൽ നിങ്ങളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് ഞാൻ പറയുകയാണ്, ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ഈ വിഷൻ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് നേടാൻ ആഗ്രഹിക്കുന്നത്, വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ പിക്ചറുകൾ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, അത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ അവസ്ഥകളല്ല, മറിച്ച് നമ്മുടെ ഇന്നത്തെ ചിന്തകളാണ് നമ്മുടെ നാളുകളെ നിശ്ചയിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ചിന്തകൾ, ആ ചിന്തകൾ എങ്ങനെ വരും? നമ്മൾ കാണുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പൊതുവെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു വിഷൻ ബോർഡുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഓഡി കാർ വാങ്ങണമെന്നോ, അല്ലെങ്കിൽ ഒരു BMW കാർ വാങ്ങണമെന്നോ, എനിക്ക് വിദേശയാത്ര ചെയ്യണമെന്നോ, മക്കളെ ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നോ, ഇതിൻ്റെയൊക്കെ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കും. കാരണം അത് ഓരോ തവണയും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വിഷൻ ബോർഡിലുള്ള ഘടകങ്ങൾ ഓരോ തവണയും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഓർമ്മപ്പെടുത്തലുകൾ നമ്മളിൽ അറിയാതെ തന്നെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പം ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അത് തിരക്കിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്നാണല്ലോ. അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്തുന്നത് നമ്മൾ അന്വേഷിച്ചത് മാത്രമല്ല,
നമ്മൾ പോകുന്ന വഴിയിൽ ഒട്ടനവധി കാര്യങ്ങൾ പുതുതായി നമ്മൾ കണ്ടെത്തും. ആ പുതുതായി കണ്ടെത്തുന്ന കാര്യങ്ങളിലായിരിക്കും നമ്മുടെ സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പം ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഏത് മാർഗവും നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഫർദർ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും സംസാരിക്കാം.